ഇന്നേ ഏലക്കറികളാ മൊത്തം. ഇതാ പറമ്പിലോട്ട് ഇറങ്ങുമ്പോ ഇല്ലേ നല്ല വെട്ടി നിർത്തിയ മുരിങ്ങയായിരുന്നേ. നല്ല തളിരല്ല അല്ലേ? നോക്കിയേ, നമുക്കിത് വെച്ചിട്ടേ ഒരു ചാറുണ്ടാക്കണം. മുരിങ്ങയില നമ്മൾ പല രീതിയിൽ കറി വെക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന ഒരു ചാറാണ്. ഇത് മതിയാവും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഇത് കേട്ടോ. നല്ല തളിരലയല്ലേ. ഇതാ നിൽക്കുന്ന ഒരു പേരയ്ക്ക. മഴ പിടിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞുങ്ങൾക്ക് പോലും പേരയ്ക്ക വേണ്ടാതായി. കളയുന്ന എങ്ങനെയല്ലേ? നല്ല പേരയ്ക്ക, അങ്ങനെ ടേസ്റ്റാണ് അറിയാം. മഴ ആയി കഴിഞ്ഞാൽ ഒറ്റ ഒരെണ്ണം പുറത്തിറങ്ങത്തില്ല. പിന്നെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോക്കും തുടങ്ങിയില്ലേ. ഇത് മതി, ഒരു ചാറ് വെക്കാം. മുരിങ്ങയുടെ ഇലയെല്ലാം ഇങ്ങനെ നമ്മള് നുള്ളി നുള്ളി എടുക്കണം കേട്ടോ. മുരിങ്ങയിലൊക്കെ നമ്മൾ അടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ചെയ്യുന്ന എന്നാന്നറിയോ, ആദ്യം തന്നെ ഒരു കപ്പ് തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടിയും 2 ചെറിയുള്ളിയും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഇനി നമ്മള് ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇലയെല്ലാം ആക്കി വെച്ചു. ഇതാ തേങ്ങ അരച്ചുകൊണ്ടും വന്നു. പിന്നെ വേണ്ടുന്നത് കുറച്ച് ചെറിയുള്ളി പച്ചമുളകൊക്കെയാണ്. എൻ്റെ കൂട്ടുകാരി സെബിയുടെ ഉമ്മ പറഞ്ഞു തന്ന ഒരു കറിയാണ്. ഞാൻ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ പത്തിരിയുടെ കൂടെ ഈ കറി എന്നെ കഴിപ്പിച്ചു. അപ്പൊ നല്ലൊരു ഹെൽത്തി കറിയാണ്. അപ്പൊ ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാന്ന് വെച്ചു. പത്തിരിയുടെ കൂടെയും ചോറിന്റെ കൂടെ, അവര് പത്തിരിയുടെ കൂടെയാണ് കഴിച്ചേ. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറി. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, ഇപ്പൊ ഈ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനെ സ്കൂളിൽ വിടാനുള്ള തിരക്കും ബഹളും, അപ്പം പത്തിരിക്കും ചപ്പാത്തിക്കും പിന്നെ ചോറിനും ഒക്കെ പറ്റുന്ന ഒരു സാധാ കറി. ഇതാ ഒരു മൺചട്ടി അടുപ്പ് വെച്ചിട്ടേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാലേ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നേ. അരിഞ്ഞു വെച്ചിരിക്കുന്ന 5-6 ചെറിയുള്ളി. ഇതൊന്ന് നന്നായിട്ട് മൂത്തോട്ടെ. ചെറിയുള്ളി ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേനേ പാകത്തിന് പച്ചമുളക്, അതും ഒന്ന് വാടിക്കോട്ടെ. പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഇതാ ഒന്ന് ചുമന്ന് വന്നപ്പോഴത്തേനും ഇല ഇട്ട് കൊടുക്കാവേ, മുരിങ്ങയുടെ ഇല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. തീ ഒന്ന് കുറച്ച് വെക്കണേ. എണ്ണയിലൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയേ. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അരപ്പൊഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണേ. കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. പിന്നെയാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഉപ്പ് ഒരുപാടായി പോകരുത്, നോക്കിയിട്ട് ഇടാവുള്ളേ. പെട്ടെന്ന് ഉപ്പ് കയറും. ഇളക്കി കൊടുത്ത് വേണം നമ്മൾ. ഇതല്ലേ പീരൻ വെള്ളം പോലെ ആവരുത്, തിളച്ച് പോരുത്. നല്ല പോലെ ചൂടാക്കി എടുക്കുക ചെയ്യേണ്ടത്. ഈ മുരിങ്ങയിലേക്ക് അങ്ങനെ വേവില്ല, ഇതിനകത്ത് കിടന്നുള്ള ഒരു വേവ്. പിന്നെ വാട്ടുകയും ചെയ്തില്ല, അത് മതിയാവും. ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു മുരിങ്ങയില കറി കണ്ടോ. ഇതിനകത്ത് വേറെ ഒരു സാധനത്തിന്റെ ആവശ്യമില്ല. ചപ്പാത്തിയുടെ കൂടെയോ പിന്നെ കട്ടിപ്പത്തിരിയുടെ കൂടെ എന്തിന്റെ വേണം, ചോറിന്റെ കൂടെ ഉപയോഗിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലും കൊടുത്തു വിടാം. നല്ലൊരു മുരിങ്ങയില കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിനകത്ത് വേറെ ഒരു ആഘോഷ പരിപാടിയുടെ ആവശ്യമില്ല. നല്ല സൂപ്പർ ഒരു കറി. എന്തായാലും ഉമ്മച്ചി നല്ല ഒരു ഹെൽത്തി കറിയാണ് പറഞ്ഞു തന്നെ. അത് നമ്മൾ ഉണ്ടാക്കുകയും ചെയ്തു. അടിപൊളി. ഇതൊക്കെ എന്തായാലും ഇഷ്ടം പോലെ മുരിങ്ങയില ഉണ്ടാവും. പറിച്ചിട്ട് കറി വെച്ച് കൊടുക്കണം കേട്ടോ. ചോറിനാണ് ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തവും കൂടെ സൂപ്പറാ. പപ്പടം പോലും വേണ്ട, അത്ര നല്ല രസമുള്ള ഒരു കറി കേട്ടോ. ഉമ്മച്ചി കൂട്ടിയത് പത്തിരിയുടെ കൂടെയാ. നല്ലതാ പത്തിരിയുടെ കൂടെ. അപ്പൊ ഉണ്ടാക്കി ചപ്പാത്തിക്കും നല്ലതാ, വെജിറ്റേറിയൻകാർക്കൊക്കെ. ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.